ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഞാനും എഴുന്നേറ്റ് കൂടെ, കാരണം നമുക്ക് ഇനി എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ശീലിക്കേണ്ടതാണ്. നമുക്ക് രാവിലെ ഒരു 6 മണിയൊക്കെ ചെയ്യുമ്പോൾ എഴുന്നേറ്റ് ഒരു 8 മണിയാകുമ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള പ്ലാനൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ നമ്മുടെ ഓണം എപ്പിസോഡാണ്. നമുക്കിന്ന് ഓണസദ്യ ഇന്ന് കുറേ നാളായിട്ട് ഇവിടെ കൂടിയിട്ട് വീട്ടിൽ കൂടിയിട്ട് ഇപ്പോൾ ഞങ്ങളൊന്നിലേ വർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ കൊല്ലം പിന്നെ കൊച്ചിൻ്റെ അവിടെ ആയിരുന്നു ഓണപ്പരിപാടി. അതിൻ്റെ വീഡിയോ ഒക്കെ കിടക്കണ്ട കേട്ടോ. എനിക്ക് ചെറിയൊരു കോൾഡ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ട്രിപ്പിൻ്റെ കാര്യങ്ങളിലൊക്കെ ചെറിയൊരു ടെൻഷനുണ്ട്. എന്നാലും മെഡിസിനൊക്കെ എടുക്കേണ്ട, ആവി പിടിക്കേണ്ട, ചൂടുവെള്ളം കുടിക്കേണ്ട, അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ നമുക്ക് കൊച്ചും അമ്മയും കൂടി അകത്തിരുന്ന് പൂവൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് കാണാം കേട്ടോ. നമ്മുടെ ടോബിനെ നമ്മളെ വീഡിയോ കാണിച്ചിട്ട് കുറേ നാളായി. ടോബിക്കുട്ടാ, ഇന്ന് എനിക്ക് കുറച്ച് പണികളുണ്ട്, എനിക്ക് ഇവനെ കുളിപ്പിക്കണം. എന്താണ് അമ്മ ഇപ്പം ഇന്ന് ഓണമായിട്ട് നമ്മുടെ പരിപാടികൾ? ഇവിടെ നോക്കി പറ. ഭയങ്കര തിരക്ക്, നാണം. അയ്യേ അയ്യോ, അപ്പൊ കൊച്ചിന് നോക്കി. എന്താണ് നമുക്കിന്ന് സദ്യ കഴിക്കണ്ടേ? ആണാ? ആഹാ. അപ്പൊ എപ്പ എണീറ്റ് ചെയ്യാൻ തുടങ്ങിയാവോ? അതെ, അടിപൊളി തോർത്തൊക്കെ എടുത്ത്. അപ്പൊ ഇന്ന് ഇത് ഷാലോൺ ടി വി പാട്ട് കേൾക്കല്, ഭക്തിഗാനം, ഭജന കേൾക്കലൊക്കെ ആയിരുന്നു. അമ്മ എന്താണ് മേഡം തപ്പണത്? അമ്മ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത അപ്പൊ തന്നെ തല മുമ്പിട്ടിരിക്കുള്ളു. എന്നാ പറയും വീഡിയോ എടുക്കാട്ടോ, അതെടുക്കാ ഇതെടുക്കാന്നൊക്കെ പറയും. എന്നിട്ട് ക്യാമറയിലോട്ട് നോക്കൂലട്ടാ. ആ പിന്നെ ഒരുപാട് വർഷം കേട്ടാ ഇതൊക്കെ ചെയ്തിട്ട്. ഇങ്ങനെയൊക്കെ പൂക്കളൊക്കെ ഇട്ട് ഓണമൊക്കെ ആഘോഷിച്ചിട്ട് കാര്യം പറയും. തറവാട് വീട്ടിൽ വെച്ചാണെങ്കിൽ അമ്മ അടിപൊളിയായിട്ടൊക്കെ പൂക്കൾ ഇട്ടമ്മ പിന്നെ കഴിഞ്ഞിട്ട് അമ്മ ഒറ്റക്ക് കൈയിട്ടിലൊക്കെ. എന്നിട്ട് വെറുതെ ഇങ്ങനെ പൂവ് ഇങ്ങനെ എല്ലാം കൂടി മറ്റേ ചെറിയ ടീപ്പോയുണ്ട്, അതിൽ ടീപ്പോയിൽ ഇങ്ങനെ പൂക്കൾ വെച്ചിട്ട് കട്ടി വന്നില്ല ഇങ്ങനെ വെച്ചിട്ട് അതെ അങ്ങനെ രണ്ട് പൂക്കളുണ്ടാക്കും. കാറ്റടിച്ച് പറന്നു. അവിടുത്തെ വീട് റോഡ് സൈഡിലായിരുന്നോണ്ട് കാറ്റടിച്ച് അപ്പൊ തന്നെ പൂക്കളൊക്കെ പറന്നു. പിന്നെ കോഴി, അപ്പുറത്തെ വീട്ടിലെ കോഴി ഒന്ന് നിൽക്കും, പൂച്ച. ഇവിടെ ഇപ്പൊ പൂച്ച ഉണ്ട്. എല്ലാരും ഇപ്പൊ എന്തൊക്കെ ചെയ്യുന്നാവും. അപ്പുറത്തെ വീട്ടിലിട്ടിട്ട് അങ്ങനെ തന്നെ കളഞ്ഞു. ഇതേ കൊച്ചാണ് ട്ടാ പൂക്കളം വരക്കണത്. നമ്മുടെ ചോക്ക് എന്ത് ചോക്കായിരുന്നു? തയ്ക്കുന്ന ചോക്ക്, വേറെ ചോക്കൊന്നുമില്ല ഇവിടെ. അമ്മ ഉണ്ടാവും പണിയൊന്നും എടുക്കാതെ നടക്കണേ. മാവല് എന്തിനാ പല്ലിയാക്കാനെ? അമ്മ പറയാനായിരുന്നു പണ്ടൊക്കെ ഇവര് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഓരോ പൂവൊക്കെ കണ്ടുപിടിച്ച് കാരണം പണ്ടത്തെ പരിപാടി അങ്ങനെ ഇരുന്നല്ല. പൂ വാങ്ങിക്കാൻ പോണ പരിപാടി ഉണ്ടായില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ പൂക്കൾ കിട്ടണ കഥയൊക്കെ പറയേണ്ടിയിരുന്നത്. അതാണ് ഇപ്പം മാവല നോക്കിപ്പോയത്. പഴയ ഓരോരോ വൈബ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അപ്പുറത്ത് പറമ്പി ചാടിയിട്ട് അവിടെ നിന്ന് വാഴയില എടുക്കണം. ഇത്ര ആയിട്ടുണ്ട് കൊച്ചു വരച്ച്. അത് കുഴപ്പമില്ല, നമുക്ക് പൂ ഇടുമ്പോ നമുക്ക് തെറ്റാക്കാം. മിട്ടു നോക്കി മിട്ടു ഇതെങ്ങാനും കുളം ആക്കിയാല് മിട്ടു ഇത് എങ്ങനെയാണ് ഞാൻ കുളമൊക്കെണ്ടെന്ന് ആലോചിച്ചോണ്ടിരിക്കണേ. ടോബിലെ അവിടെ വന്നട മോനെ. അവള് ചോക്കി പിടിച്ച് കളിക്കാൻ പറ്റും. അടുത്ത വരട്ടാ വടി എടുക്കണ്ട വരും. തിന്നുന്ന സാധനം അടുത്തവനും തുടങ്ങി. മൂലക്കിട്ടത് അബദ്ധമല്ല ദൈവമേ. ഇവ സമ്മതിക്കുന്നില്ല. അവനെ പട്ടിണി എത്തൂങ്ങാട്. എത്തിക്കാതിരിക്കാം. കാല് നീളെന്ന് പറഞ്ഞപ്പോ കൈ നീട്ടി കാണിച്ചു തന്നെ. എനിക്ക് ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റോട്ടാന്ന്. ഞങ്ങക്ക് സ്വന്തമായിട്ട് നാരങ്ങയുണ്ട്. അതേപോലെ തന്നെ നാരങ്ങ ഉണ്ട്, പച്ചനാരങ്ങ. ഇത് മുട്ടപ്പഴമാണ്.
പിന്നെ അതിൻ്റെ അപ്പുറത്തെ മാവുണ്ട്. ഇത് കാരക്കയാണ് ഈ കാണുന്നത്. ഇത് കാരക്ക, ഇത് മുട്ടപ്പഴം, ഇത് നാരങ്ങ, ഇത് മാവ്. ഞങ്ങളുടെ അല്ല ഈ വീട്ടുകാരുടെയാ, പക്ഷെ ഞങ്ങളുടെ പോലെ തന്നെ. അതെ. അപ്പോൾ ഞങ്ങൾ മാവില പറിക്കണം. ആ മാവിന് പറ്റില്ല. അപ്പം ഞങ്ങളൊന്ന് മതിൽ ആടി മാവില പറിക്കാനുള്ള പരിപാടിയാണ്. നമുക്ക് വീട്ടിൽ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് ഇപ്പുറത്തെ കോമ്പൗണ്ടിൽ ചാടിയിട്ട് ഇതൊക്കെ വീഡിയോ കണ്ടിട്ട് ഇനി വല്ല പ്രശ്നവും വരുമോ? ഇത്രയും വർഷങ്ങളായിട്ട് കുഞ്ഞിലോട്ട് ഇവിടെ കിടന്ന് ചാടിയിട്ടൊരു കുഴപ്പമില്ല കേട്ടോ. ഞങ്ങളൊക്കെ ഇവിടെ കിടന്ന് ഇതാ ഇവിടെ ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നത്. പിടിച്ചേ ഇവളെ കൊണ്ട് ഞാൻ തോറ്റി. ഇവിടെ പോകാനും കാലിൻ്റെ അവിടെ വന്ന് ചൊറിയും. നീയല്ല മിട്ടു. ചേട്ടൻ ചാടും, എന്നിട്ട് എന്നെ പിടിച്ച ഞാൻ ചാടും. ഗായ്സ്, ഞങ്ങൾ മതിൽ ചാടും, ഗേറ്റ് ചാടാൻ പോവുകയാണ്. യെസ്. ഞമ്മ നെക്സ്റ്റ് ഒടിഞ്ഞു പോയി. മോളിൽ നിന്ന് എടുക്കാം. ഏതാ? അയ്യോ, എന്താ ചേച്ചി വേണ്ടത്? മാവലയോ? ചേച്ചിക്ക് മാവലോണോന്ന്. കൊമ്പെന്തിനാണ് വേസ്റ്റ് കളയാനാ? ഇതിങ്ങനെ ഓരോന്ന് ഏട്ടാ എത്ര എണ്ണം കൈ പിടിക്കും? എന്തോരം വേണം? കുറച്ചധികം വേണം. 5-6 കൊമ്പിങ് അടിച്ച് നമുക്ക് മാവിന്റെ മിക്സിയിലിട്ട് അടിക്കണം. എന്നിട്ട് ആ പൊടി എടുത്തിട്ട് വേണം നമുക്ക് പൂക്കളത്തിന്റെ ഉള്ളില് പച്ച കളറായിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ഇനി വേണമേ നമുക്കിത് പോരാന്ന്. അതെ, ഇത് അടിച്ചു കഴിയുമ്പോൾ കുറച്ചുണ്ടാവുള്ളായിരിക്കും അല്ലേ? ചേട്ടാ ഉറക്കത്തീനൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ടോബിക്കുട്ടാ കഴിക്കാൻ്റെല്ലോ കഴിക്കാൻ്റെല്ലോടാ കഴിക്കാൻ്റെല്ലോ. ഇങ്ങനെ പ്രാന്ത് പിടിപ്പിച്ച പിന്നെ ഒടുക്കത്തെ കളിയായിരിക്കും. അവന് നമ്മുടെ കൈ കടിക്കണം. അവൻ്റെ കൈയെടുത്ത് അവൻ്റെ വായിൽ വെച്ച് കൊടുത്താൽ അവൻ കടിക്കത്തില്ല. പിന്നെ കുഞ്ഞിലെ ഇങ്ങനെ കൈ ഇങ്ങനെ വായിൽ കൊടുത്ത് കടിപ്പിച്ച് ശീലിപ്പിച്ചാണ്. അത് നല്ല രസമായിരുന്നു കുഞ്ഞിലെ പല്ല് കൊള്ളുമ്പോൾ. ഇപ്പോഴും അവന് ഭയങ്കര ഇഷ്ടമാണ് കടിക്കാൻ. ഇപ്പോൾ അവൻ്റെ വലിയ പല്ലായി. അപ്പോൾ നമുക്ക് അടുത്ത ഹാക്കിംഗ് പരിപാടി എങ്ങനെയാണെന്ന് കാണാം. കഴിച്ച് ഞങ്ങൾ കൊച്ചാപ്പ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൊച്ചാപ്പ ഹാപ്പി വേണം. ഓടിക്കളഞ്ഞേട്ടാ. ഇങ്ങനെ കീറോ? ഇങ്ങനെ കീറണം. നടുക്കത്ത് ഇത് തണ്ട് വേണ്ട. ഓ, 2 മിക്സിയൊക്കെ വെച്ച് അടിക്കണം. അതെടുത്ത് മിക്സിയിൽ അടിക്കും. അപ്പോൾ അതിങ്ങനെ പൊടിയായിട്ട് വരും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടാ. നമ്മളുടെ പൂവിടൽ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു ഗൈസ്. തുടങ്ങിക്കഴിഞ്ഞു. യെസ്. ഗൈസ്, പൂക്കളോടുള്ള അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ദൈവം ഇട്ട് കൊളവാക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. ദേവന്നി ചേട്ടയും കൊച്ചും കൂടി ആയിട്ടിരുന്നു പൂക്കൾ. പിടിച്ചേ അല്ലേ കളിച്ചോ. ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒന്ന് കൂർപ്പിക്കാനുണ്ട്, ഇവിടെയും ഒന്ന് കൂർപ്പിക്കാനുണ്ട്. ഗൈസ്, പണി വളഞ്ഞാൽ നല്ല ചുമ ഫീലുണ്ട്. ചുമ, തുമ്മല്, വയറുവേദന, ഈ 3 സാധനവും നമ്മളുടെ എല്ലാം മുടുമ്പോ. ചോക്ക് വേണോ? ചോക്ക് വേണോ? ചോക്ക്. ഇതാണ്ട ഞങ്ങളുടെ ചോക്ക്. കൊച്ച് തയ്ക്കാൻ വേണ്ടി തയ്യൽ മെഷീൻ്റെ ചോക്കാണിത്. ചേട്ടാ എന്താ ആലോചിക്കണത്? എൻ്റെ ഇടയിൽ ഒരു കാറും ബൈക്കൊക്കെ വെച്ച് കൊടുത്താലോ നമുക്ക്? അങ്ങനെയാണെങ്കിൽ ഇഷ്ടം പോലെ ഇവിടെ ഇരിക്കണ്ട കേട്ടാ. നമുക്ക് ഏത് വേണമെന്ന് നമ്മൾ വേണമെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് നോക്കിയേ, ഇവിടെ ഇരിക്കണുണ്ട്. ഇതുപോലെ തന്നെ ഇതണ്ട അവിടെ കയറി തന്നെ അവിടെ ടോപ്പിൽ കാണിച്ചു തരാം. ഏത് ബെഡ്റൂമിൽ? ഇവിടെ ഉണ്ടാവുക. എൻ്റെ അമ്മേ, ഇതപ്പാ ചോദിച്ചാവോ? ആ അതെ, ഇവിടെ ഇരിക്കുന്നുണ്ട്.
അമ്മ കിടക്കുന്ന റൂമിൽ അന്ന് നോക്കണ്ട. അത് ഈ അടുത്ത് ചേട്ടൻ സെറ്റാക്കിയത് കേട്ടോ, ജാവയുടെ ബുക്കാണ്, ഹിസ്റ്ററിയാണ് ജാവയുടെ. ഇത് മൊത്തം ഇരുന്ന് വായിച്ചു തീർത്തിട്ടുണ്ട് ചേട്ടാ. ഇതെല്ലാം ചേട്ടൻ്റെ ബൈക്കിൻ്റെ ബന്ധപ്പെട്ടുള്ള ചേട്ടാ എല്ലാ ടീമുകളും കാര്യങ്ങളും ഒക്കെയാണ്, ഓരോ റൈഡൊക്കെ പോണതിൻ്റെ. ഇത് അമ്മയുടെ അപ്പച്ചനും അമ്മച്ചിയും, ഇത് അപ്പൻ്റെ അപ്പച്ചനും അമ്മച്ചിയും, ഇത് ഞങ്ങളുടെ അമ്മച്ചിച്ചേട്ടാ. ഈ സൈഡിലും ഫ്രെയിമുകളുണ്ട്. ഇത് എന്നെ നോക്കിയേ കുട്ടാപ്പിയായിട്ടിരിക്കുന്നുണ്ടില്ലേ, നൈസല്ലേ. ഇത് അപ്പക്ക് സിമെൻ്റ് അടയാൻ കിട്ടിയതാണ്ട. ഇതാണ് ഞങ്ങളുടെ ബിസിനസ്, എൻജോയ് സിമെൻറ്റ്സ്. ഇതൊക്കെ വഴിയേ കാണിച്ചു തരാം കേട്ടോ. കുറേ കാര്യങ്ങളുണ്ട് ഇനി നിങ്ങളെ കാണിച്ചു തരാനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിലൊന്നും കാണിച്ചു തന്നിട്ടില്ല. വീണ്ടും അകത്തോട്ട് കയറി കഴിഞ്ഞിട്ട് ദീന കുഞ്ഞി ഞാൻ നീയാച്ചി ചേട്ട ഞങ്ങളുടെ പണ്ടത്തെ ഡിഒ ഉണ്ടായ സമയത്ത് ഞാൻ +2 പഠിക്കുമ്പോഴത്തേക്കും എൻ്റെ ഗ്യാങ് ആയിരുന്നു. എല്ലാവരും ഇപ്പം 4 വരിക്കായി. ഇതിൻ്റെ അത് കുറേ കമ്പനിക്കാരികളൊക്കെ ആയിട്ട് ഇപ്പോഴും കമ്പനിയുണ്ട്. ഇതുണ്ട് എന്നെ നോക്കി വെറൈറ്റി ആയിരുന്നു ഇതേ സുന്ദരനായ സുന്ദരൻ. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ +2 സ്കൂൾ ഫോട്ടോ ഉണ്ട്, ക്ലാസ് ഫോട്ടോ. ഇത് ഞങ്ങൾ +2 ട്രിപ്പ് പോയത്, അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. യെസ്, ഇതാണ് ചേട്ടൻ്റെ റൂം. ശരിക്കും ഇതെങ്ങനെയുണ്ട് നിങ്ങൾ കണ്ടു നോക്കി. പുതിയത് എന്തൊക്കെ തന്നെ അതെല്ലാം ചേട്ടൻ വാങ്ങിക്കും. ഇതൊക്കെ പിന്നെ ഓരോരോ പരിപാടിക്കൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന കീ ചെയിൻസ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ദേ ഇവിടെ ചേതൊക്കെ ഇരിക്കണ നോക്കി, കാറുകൾ നോക്കി. ഇത് ഏതെങ്കിലും ഒരെണ്ണം എനിക്കെടുത്ത് ലോറ ബേബിയുടെ അകത്ത് ഒന്ന് ഒരെണ്ണം പിടിപ്പിക്കണം എന്ന് ചോദിച്ചിട്ട് ചേട്ടാ തരൂലെന്നേ. പിള്ളേരൊക്കെ ചോദിച്ചാൽ ചേട്ടാ പറയും ഇത് ഒട്ടിച്ച് വെച്ചേക്കണേന്ന് പറയും. ഇത് നോക്കി ആൽബർട്ട്സിലെ നമ്മുടെ മാഗസിൻ ബുക്കുകളൊക്കെ ഉണ്ട് ഇതുണ്ടോ, സ്കൂൾ മാഗസിനൊക്കെയാണ്. അവിടുത്തെ ഓരോ പരിപാടിയുടെയൊക്കെ ആയിട്ട് ഞാനും ചേട്ടാ ആൽബർട്ട്സിലാണ് പഠിച്ചത്. അപ്പോൾ ആൽബർട്ട്സിൽ പഠിച്ച ആരെങ്കിലും വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കണ്ടോ UFO ഡിജിറ്റൽ സിനിമ. ഇതെനിക്ക് എത്ര നാൾ തന്നെയാണ്, കറക്റ്റ് ഇയർ ഓർക്കാനുള്ള. ഞാനൊരു ഷോർട്ട് ഫിലിമിലൊന്ന് തല കാണിച്ചായിരുന്നു. അപ്പോൾ അതിനെനിക്ക് കിട്ടിയതാണ് ഗസ്റ്റ് അപ്പിയറൻസ്. കണ്ട ജിബിൻ ജിപ്സ്. അന്ന് എൻ്റെ ഫേസ്ബുക്ക് നെയിം ജിബിൻ ജിപ്സ് എന്നായിരുന്നു. കണ്ടാ കൊള്ളാല്ലേ, അടിപൊളി. അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടിയ സാധനങ്ങളാണ്. പിന്നെ ഇത് കണ്ട ബ്രദർഹുഡ് റൈഡോ, അവർ ഓൾ കേരള ജാവ ST ഓണേഴ്സ് റൈഡേഴ്സ് മീറ്റിന് പോയത് അപ്പൻ ചേട്ടൻ കൂടി. അപ്പൻ ജാവ ഉണ്ട് ST ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഇതായിട്ട് പോയതാണ്. ഇത് ചേട്ടൻ ചേട്ടാ DJ YMCയുടെ ക്ലബിൻ്റെ എന്തിൻ്റെയോ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, അറിയില്ല, ചേട്ടനോട് തന്നെ ചോദിക്കേണ്ടി വരും. വേറെ കുറച്ച് കാര്യം കൂടി കാണിച്ചു തരാം. അവരവിടെ പൂക്കൾ പറഞ്ഞാണ്. അപ്പോൾ ഇതാണ്ട് ഗ്രേസ് ആൻറ്റി അപ്പയുടെ ചേച്ചിയാണ്, ചേച്ചിയുടെ ഹസ്ബൻഡാണ്, അപ്പയുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അവർ രണ്ടുപേരുടെ മോനാണ്ടത് കമ്പനി ചേട്ടാ. അപ്പോൾ ഇതേ ഞങ്ങളുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ ഒക്കെ. ഇതാണ് ഞങ്ങളുടെ മാമ, ഇതേ അപ്പയുടെ അമ്മയെന്ന് പറഞ്ഞ മാമ. ഭയങ്കര പൂച്ച സ്നേഹം, ആട് വളർത്തലും എല്ലാമായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് കുറച്ച് പൂച്ച പട്ടി ആടിനോടൊക്കെ സ്നേഹം തോന്നിയേക്കണം. ഇതാട്ടോ ഞങ്ങളുടെ പഴയ വീടായിരുന്നു കേട്ടോ, തറവാട് വീട്. ആലിഞ്ചൂട് തന്നെയായിരുന്നു. ആലിഞ്ചൂട് എന്ന് പറഞ്ഞാൽ പാലാട്ടത്തിൽ നിന്ന് കാക്കനാട് പോണ വഴിക്ക് റൈറ്റ് സൈഡിൽ തന്നെ റോഡ് സൈഡിൽ ഫസ്റ്റ് കാണുന്ന വീട് ഞങ്ങളായിരുന്നു. അപ്പോൾ ഇതായിരുന്നു അപ്പയുടെ കട. ഇതാണ്ട റൈഡേഴ്സ് മെക്കാനിക്കായിരുന്നു. അപ്പം അതിൻ്റേതായ വണ്ടിപ്രാന്തുകളാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ട ഞങ്ങൾ ആ വീട് മെട്രോ എടുത്ത് പോകുന്ന സമയത്ത് എടുത്ത ഫോട്ടോസൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ട ഇത് ഞങ്ങളുടെ പഴയ പട്ടിയാണ് സിമ്മി. ഒരുപാട് ഓർമ്മകളുണ്ട്. അപ്പോൾ ഇത് ചേട്ടയാണ് ഇതൊക്കെ ഇങ്ങനെ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഞാൻ ഫോട്ടോഗ്രാഫറായിട്ട് പോലും ഞാനിതൊന്നും ചെയ്തു വെച്ചിട്ടില്ല. നമ്മൾ ഓരോരോ തിരക്കുകളും ഓട്ടങ്ങളാണ് നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോ ഒക്കെ എല്ലാം ഫോട്ടോസൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ ഞാൻ നിൽക്കും. ഈ ഫോട്ടോ ഒക്കെ ഞാൻ എടുത്തു വെച്ചാണ്. ഫുൾ ഫാമിലി ഫോട്ടോ ഒക്കെ എൻ്റെ പ്ലാനിൽ നമ്മൾ അന്ന് എല്ലാവരും അപ്പം എൻ്റെ ഫാമിലി എല്ലാവരും വിളിച്ച് എല്ലാവരും സെറ്റ് ചെയ്ത് അങ്ങനെ എടുത്താണ്. അതേ കുഞ്ഞ് ഞാൻ നോക്കി എല്ലാ ഫോട്ടോയിലും ഞാനന്ന് ഇങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. അടിപൊളിയല്ലേ. ഇതുണ്ട നടയിൽ പൂക്കളൊക്കെ വെച്ചേക്കണണ്ട. അപ്പനും അമ്മയാണ് നടയിൽ വെക്കാനുള്ള പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്നെ. അപ്പം രാവിലെ നടക്കാൻ പോകുമ്പോഴത്തേക്കൊക്കെ പറിച്ചുകൊണ്ട് വരും. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വീടുകളിൽ നിന്നൊക്കെ പറിച്ചുകൊണ്ട് വരും. ഇതിപ്പോൾ അപ്പുറത്തെ ഇവിടുത്തെ വീട്ടിൽ നിന്നൊക്കെ പറിച്ചേക്കണേണ്. പിന്നെ ജമന്തി പൂക്കൾ നമ്മുടെ ഇന്നത്തെ പൂക്കൾ കാര്യങ്ങൾ ഇന്ന് എടുത്ത് അമ്മ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കണേണ്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും തിരിച്ച് നമ്മുടെ പൂക്കൾ ഇടുന്ന പരിപാടികൾ എന്തായി നമുക്ക് നോക്കാം. ഞാനൊന്ന് കറങ്ങിയിട്ട് വന്നപ്പോഴത്തേക്ക് ഇത് ഇത്രയായി. ഇത് കണ്ടോ നമ്മൾ പച്ച കളർ മിക്സ് ചെയ്യണത് തികയോ ഞാൻ കൊച്ചിൻ ചേട്ടൻ കൂടി നല്ല രസമായിട്ടാട്ടോ സാധനം സെറ്റ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കണേ. അതെ
ഞാനിവിടെ വീഡിയോ ഇടയ്ക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് നേരെ പോയി അകത്തടുത്ത പൂവ് ഇത് ചെയ്യാണ്ട് അത് പോവും. പിന്നെ എന്തെങ്കിലും ഏയ് ടോബി വീഡിയോ എടുക്കണ്ടില്ലേ ഞാൻ നോക്കിയടാ. ആ അവനവിടെ ഇഷ്ടപ്പെടുന്നില്ല, അവന് അവിടെ നടക്കാനുള്ള ഗ്യാപ്പ് കിട്ടാനുള്ളത്. അവന് ഗ്യാപ്പ് കൊടുത്ത് അവൻ ഇവിടെ കൊണ്ടുവന്ന് നശിപ്പിച്ചത്. അപ്പോൾ ഇതേണ്ട ഇത് ഈ സംഭവം ഇനി മൊത്തം ഒഴിവാ. അപ്പം ഇതിനാണ് നമ്മൾ മാവല സെറ്റ് ചെയ്തത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ബോർഡേഴ്സിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാനുള്ള പ്ലാൻ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ നമുക്കൊരു കളർ വേണമായിരുന്നു ഇടാൻ, അതുകൊണ്ടാണ് പിന്നെ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്. അതെ, നമുക്ക് മഞ്ഞപ്പൂവാണ് കുറെ ഇരിക്കണം അല്ലേ, മഞ്ഞ ചമ്മന്തി. ഇതെങ്ങനെ കൊളോക്കണമെന്ന് ചോദിച്ചാൽ ആലോചിച്ചു അവിടെ ഒരു ദിവന അവന് പറ്റാനുള്ള കേട്ടാ. ടോബിനെ ലോക്കാക്കിയിട്ട് ടോബിന് ഇഷ്ടപ്പെട്ടില്ല. അമ്പോ കൊള്ളാലത്, നമ്മൾ കാറിനൊക്കെ ഡെക്കറേഷൻ പിടിപ്പിക്കണ പോലെ. കൊറേ കാലമായിട്ട് ഒരു പൂക്കളമൊക്കെ ഇടണ കണ്ടിട്ട് തന്നെ. ഇത് കണ്ട മതിലാടാൻ നോക്കണണ്ട. ഈശ്വര തല മാത്രമല്ല താഴത്തോട്ടൊന്നും എടുത്തിട്ടില്ലേ. ഇത് നോക്കിയ ഗൈസ് മെട്ടു കിടക്കണ നോക്കി. ചേട്ടൊരു ഹോളൊക്കെ ഇട്ട് കൊടുത്ത് എങ്ങനെ കേട്ടാ പൂച്ചൊക്കെ ഇറങ്ങി പോകാനും കയറാനും. തല പുറത്തേക്ക് ഇട്ട് കിടക്കണേ. പുറത്തുനിന്ന് എനിമീസ് വരുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അവള് ഇതേ കൂടി എടുത്ത് ഓടും. എന്തായി കഴിഞ്ഞാ എന്താണ് പുതിയ ഐഡിയ ഒതുക്കണുണ്ടോ തല്ലേല്? ഇത്രയും പൂക്കളുണ്ട് ബാക്കി ഉണ്ടോ? ഹാപ്പി ഓണം ഏതാണ് മഞ്ഞ കളർ? അപ്പൊ പൂക്കളത്തിന്റെ പരിപാടികള് ഫൈനൽ സ്റ്റേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. കമന്റ് അടിക്കൂ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ടാ? അടുത്ത വർഷത്തെ പൂക്കളം നമ്മള് ഇതിനേലും വലിയ ഹെവി ആകുമല്ലോ. പിന്നെ അടുത്ത വർഷം നമ്മൾ എല്ലാ വണ്ടി ഇവിടെ നിർത്തി മാറ്റി ചേട്ടേ എങ്ങനെയുണ്ട് പൂക്കളം? സൂപ്പർ. ഇംഗ്ലണ്ടിന്റെയാണ്. ടോപ്പി എങ്ങനെയുണ്ടാ? അവന് ഞങ്ങൾ ഇത് നശിപ്പിക്കാൻ പറ്റാത്തതിന്റെ സങ്കടത്തിലാണ്. ഞങ്ങൾ ഇനി നേരെ പോയി ഡ്രസ്സൊക്കെ മാറി ഓണത്തിന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മുണ്ടക്കോടൊക്കെ ഒരു വരവ് വരുമ്പോഴത്തേക്കായിരിക്കും പൂച്ചയും പട്ടിയും കൂടി ഒക്കെ ഇവിടെ എല്ലാം കുളമൊക്കെ ഇട്ടേക്കാൻ കണ്ടിട്ട് അപ്പുറത്ത് ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഹാപ്പി ഓണം ലിപ്പ, ഹാപ്പി ഓണം. ഒച്ചത്തിൽ പറയടാ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ആ ഹെൽമെറ്റ് വരോ? ഇതാണ് ഞങ്ങളുടെ ലിപ്പൻ. അപ്പൊ എങ്ങനെയുണ്ട് പൂക്കളം? കൊറേ കാലം ശേഷം ഒരു പൂക്കളം ഇടുക. അപ്പൊ അടുത്തത് അമ്മ വാടാമല്ലി വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞോണ്ട് അത് മിക്സ് ചെയ്യാനാണ്. വാടാമല്ലിയൊക്കെ ഇവിടെയൊക്കെ എടുത്ത് വെക്കണേ. അമ്മയുടെ ഒരു പൊടിക്കൈകൾ നമ്മുടെ ഹാപ്പിയോട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെ മാറാലൊക്കെ അടിച്ചോണ്ടിരിക്കണേണ്ട. എല്ലാവരും ഇവിടെ ഓരോരോ പണിയില് അവള് നോക്കിയാ മാറാലടിക്കണം. അതിന്റെ ഇടയിൽ ഇനി എങ്ങനെ കേറാൻ നോക്കണം. ഗൈസ്, അപ്പൊ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഇവിടെ വന്നിരുന്നു. എല്ലാവരും കൂടി ഫോട്ടോഷൂട്ട് ആയിരുന്നു. അതാണ് ST ഒക്കെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കണത്. വണ്ടിയൊക്കെ അവിടെ മാറ്റി വെച്ചേക്കണത്. ചെറിയ ഫോട്ടോഷൂട്ടായിരുന്നു. അപ്പം അതിൻ്റെ ഫോട്ടോസൊക്കെ ഞങ്ങൾ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ അകത്ത് ഫുഡൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണാണ്. അപ്പോൾ എന്തൊക്കെയാണ് കറികൾ, സാധനങ്ങൾ. ആഹാ, കൊച്ചിന് നോക്കി എല്ലാവരുടെയും ഡ്രസ്സിങ്ങൊക്കെ ഇപ്പം കണ്ടോട്ടാ. എന്താ ചാറാണ്? എന്താ ചാറാണ്? കൊതിയാവണ്. ഓ പവറേഷ്. ഇത് ഇഞ്ചിക്കറി. സംഭവമായ സദ്യയാണ്. ഇഞ്ചിക്കറി, പച്ചടി, ബീറ്റ്റൂട്ട് പച്ചടി, എല്ലാം
ചോറ് എവിടെയാന്ന് അപ്പൊ അല്ലേ? എല്ലാം കഴിയട്ടെ. അപ്പൊ ഒരു സൈഡിൽ നിന്ന് ചിപ്സ് ഒക്കെ തിന്നു തുടങ്ങ്. ഓ കൂട്ടുകറി മൈ ഫേവറേറ്റ്. അതെ കറികളാണ് കൂടുതൽ കഴിക്കേണ്ടത്. അയ്യോ അതെ കറികൾ ഇരിക്കണ നോക്കിയ ഓ ചേട്ടൻ നോക്കിയ ചേട്ടൻ ഞാനും മഞ്ഞണ്ട. ഇതെനിക്ക് ഇപ്പൊ വെഡിങ് ആനിവേഴ്സറിക്ക് മലയാളി എന്ന ഗിഫ്റ്റാണ്. അടിപൊളി ചേട്ടാ. പക്ഷേ കുർത്തയാണ് അങ്ങനെ പറയാം. കുർത്തല്ലേ എന്താണ് അടുക്കളയിലെ അവസ്ഥ? പഴം ഈ അടുക്കള ഒന്ന് കാണിച്ചെടുക്കണേ. അയ്യോ ഇന്ന് അടുക്കളയിൽ ഇങ്ങനെയല്ലേ ഗൈസ്? ഒന്ന് സേമിയ പായസം, സേമിയ പായസം പരിപ്പ് പായസം. ആ പായസം ഇപ്പൊ ലാസ്റ്റ് അല്ലേ ഉണ്ട്. ആ സാമ്പാർ സപ്ലയർ കുറച്ച് സാമ്പാർ ചെയ്യും. ചോറ് ചോറ് ചോറേ നോക്കി. അപ്പൊ പപ്പടം എത്ര കറികളാന്ന് നോക്കി. അതെ ഓണത്തിന് സദ്യ കഴിക്കുന്നത് അത് വല്ലാത്തൊരു സംഭവമാണ്. അപ്പൊ പായസം നമുക്ക് ആ മൂലക്ക് വെക്കാം. ഞങ്ങക്ക് ഇത്ര സ്ഥലമൊക്കെ ഉള്ളു. സേമിയ പായസം ഇവിടെ നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ. കപ്പില് എന്തോ ഉണ്ടല്ലോ. വീണ്ടും സേമിയ. ശനിയാൻ്റെ വകയും കൂടി സേമിയ പായസം കിട്ടിയാണ്. പാലട വാങ്ങിച്ചാണ്. പാലട നോക്കിയൊന്നുമില്ല. ആ കമ്പനിയുടെ പേരും കണ്ട് എടുത്തോണ്ട് വന്നു. പറഞ്ഞപ്പത്തെ സേമിയാണ്. പിന്നെ നമ്മൾ സേമിയ ഉണ്ടാക്കിയാണ്. അല്ലെ പാലട അടിക്കാറ് നിന്ന്. പിന്നെ നമുക്ക് കുഴപ്പമില്ല കേട്ടാ. നമുക്കിവിടെ നിയർ ബൈ തന്നെ ഒരു പായസമൊക്കെ ഉണ്ട്. അയ്യോ എന്ത് രസമാണ് ഇത്രയും ഫുഡ് ഇരിക്കണത്. സദ്യ കഴിച്ചു കഴിഞ്ഞു. പായസം പഴം പപ്പടം പഴം പായസം. ആ സോറി പപ്പടം പഴം പായസം. ചേട്ടൻ കഴിക്കാൻ തുടങ്ങി. അതെ അതെ നല്ല ഫുഡാട്ടാ. നല്ല കറികളാ. മൈ ഫേവറേറ്റ് കൂട്ടുകറി പൊളി. താങ്ക് യു അമ്മ. ഗൈസ് അപ്പോൾ ഞങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായി, നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നിങ്ങളും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഇതേ എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് അടിപൊളി സദ്യയും കഴിച്ച് അടിപൊളി സദ്യ ഉണ്ടാക്കി തന്നെ നമുക്കിതേ അടിച്ചടിച്ചടിച്ചടിച്ച് അതെ 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 അതെ. അപ്പോൾ എല്ലാവരോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം. ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞു നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ ചാനൽ സബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ പോരണം. അടുത്ത നമ്മുടെ ട്രാവൽ സ്റ്റോറീസ് ഇനി കണ്ടിന്യൂ ചെയ്ത് വരുവാണ്. ഓക്കെ ബൈ ബൈ.